ചേട്ടൻ 9 മക്കള്. 9 മക്കളാണ്. ഒമ്പതാമത്തെ ആളാണ് ചേട്ടൻ. 9ാമത്തെ മോനാണ്. ഇതാണ് തറവാട് വീട്. ആണല്ലേ? വാവ്. അപ്പൊ ഇത് ചേട്ടന്റെ ഇടയിൽ പറഞ്ഞിട്ടായിരുന്നു അപ്പച്ചന് 9 മക്കളാണ്, അതായത് 8 സിബ്ലിങ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണോ ഈ ഇത്രയും മാവ് ഇവിടെ വെച്ചത്? അതെ, അപ്പച്ചന് 9 മക്കളുടെ ഒരു ഇതില് 9 മാവുകൾ വെച്ചതാ. പക്ഷെ അതില് അവിടെ ഒരു വീട് പണി നടന്നപ്പോ അവരുടെ സൺഷെയ്ഡ് ആ സമയത്ത് വീണപ്പോ നമ്മുടെ 2 മാവ് പോയി. 9ാമത്തെ മാവ് അടിപൊളി. അതിന് സമാധാനം. നമ്മളിത് തറവാടാണെന്ന് പറഞ്ഞാലും കുറച്ചുകൂടെ ഒരു മോഡേൺ ഫീൽ ആണ് ഇതിനകത്ത് വരുമ്പോ, അല്ലേ? കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട് ഞങ്ങള്. ചേഞ്ചസ് മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ഈ സംഭവങ്ങള് ഞങ്ങളൊരു 12 വർഷം മുമ്പ് ഭയങ്കര ചേഞ്ചസ് ഉള്ളിൽ വരുത്തിയിട്ടില്ല. 2 വാതിലുകളൊക്കെ ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചു. അങ്ങനെ. ഓക്കെ. പക്ഷെ ഞാൻ ആക്ച്വലി ഭയങ്കര ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിട്ടില്ലേ. പക്ഷെ ഇവിടെ ഒരു ടീപ്പോയി ഇല്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 9 മക്കളും കുടുംബം ഇവിടെ താമസിക്കണ്ടേ. എല്ലാവർക്കും ഓടി നടക്കാൻ സ്ഥലം. എല്ലാവർക്കും ഓടി നടക്കാൻ പാത്തിന് കണ്ടിട്ടാണ് അപ്പച്ചൻ അത് ഈ റൂം ഇത്ര സ്പേഷ്യസ് ആയിട്ട് വിടുന്നത്. ഇതാണല്ലേ അപ്പച്ചനും അപ്പച്ചനും അമ്മയും. ഓക്കെ. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഭയങ്കര റിലീജിയസ് ആണെന്നുള്ളത്. മൊത്തം നമ്മുടെ യേശു മാതാവ്. ഒരു ദിവസം പോലും കൊന്തെത്തിയാതെ എന്നെ കിടത്തി ഉറക്കൂല. പണ്ടേ പോലെ ഉള്ള ഒരു സംഭവമാണ്. അത് ചെയ്യണം, തുടരണോ? ഹാബിറ്റ് ആണ്. ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളൊരു 12-13 വർഷം മുമ്പ് ഒരു ചെറിയ റിനോവേഷൻ ഒക്കെ ചെയ്തിരുന്നു. പഴയ തറവാടായിരുന്നു, 48 വർഷം പഴക്കമുണ്ട്. അപ്പൊ അതിന്റെ മുകളിൽ കുറച്ച് ഡ്രസ് വർക്ക് ഒക്കെ ചെയ്തു. ഇവിടെ ഇത്രയും സോഫ കിടക്കുമ്പോൾ അവിടെ എന്താ 2 ചെയർ. പിന്നെ ഈ ചെയറിൽ ഞാൻ പ്രത്യേകം കണ്ടപ്പോൾ ഒരു ഭാഗം കടിച്ച പോലെ ഉണ്ട്. ഇങ്ങനെ കണ്ട ഇല്ലേ, ആപ്പിളിന്റെ പോലെ അല്ലേ? ഇത് സ്റ്റീവ് ജോബ്സ് അതെ, പുള്ളി ഡിസൈൻ ചെയ്തതാണ്. ആപ്പിളിന്റെ കമ്പനിയുടെ ആണെന്ന് പറഞ്ഞേക്കാം. ആക്ച്വലി ഇത് അതല്ല, ഇത് നേരത്തെ അപ്പച്ചന്റെ കാലത്തുള്ള, അപ്പച്ചൻ മരിച്ചിട്ട് ഇപ്പൊ 15 years ആയി. അപ്പൊ അപ്പച്ചൻ ആ സമയത്ത് മേടിച്ചിരുന്ന ഒരു ഇതാണ്. അപ്പൊ ഞാനത് ഇത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടേ. ഈ ഗ്യാപ്പ് എന്തിനായിരിക്കും? അത് എപ്പോഴും ഇരിക്കുമ്പോ നമ്മൾ ഈ വശത്തേക്കല്ലേ തല വെക്കണേ, ആ വശത്തേക്ക് തല പോവാൻ അറിയാണ്ട് ഇവിടെ തല ഇരിക്കണം. അതിന് വേണ്ടിട്ടാണ് ഈ ഗ്യാപ്പില്ലേ. ആപ്പിള് കണ്ടുപിടിക്കുന്നതിന് മുമ്പേ അപ്പച്ചന്റെ തലയിൽ ഇങ്ങനെ ഒരു ഐഡിയ വന്നു. അതെ, ശരി. അങ്ങോട്ട് പോയാൽ അതിന്റെ അർത്ഥം മക്കള് ഇച്ചിരി രണ്ടരങ്ങ് അതാണോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പച്ചൻ എടുത്തോട്ട് പോയി. ഒരു മിനിറ്റ്, ഒന്നുകൂടെ പറഞ്ഞേ. തല അങ്ങോട്ട് മാറിപ്പോയല്ലേ, അത് മക്കള് വന്നേണോ രണ്ടെണ്ണം അടിച്ചിട്ടൊക്കെ ആണോന്ന് അറിയണമല്ലോ. അപ്പൊ അപ്പച്ചൻ നിങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് ആക്ച്വലി ചെയർ ചെയ്തതല്ലേ? സ്റ്റീവ് ജോസിനുണ്ട് ഇവിടെ കടിപ്പിച്ചു. ചേച്ചി ടെസ്റ്റ് ചെയ്യാറുണ്ടോ? ഞാനോ? ഇപ്പോഴേ ഐഡിയ എനിക്ക് കിട്ടി. എനിക്ക് അറിയില്ല. ടെസ്റ്റ് ചെയ്യും ഞാൻ. ചേച്ചി ടെസ്റ്റ് ചെയ്യാത്ത ഒന്നുമില്ല മോളെ. അയ്യോ,